നമസ്കാരം. നമുക്കെല്ലാവർക്കും ജീവിത വിജയം നേടാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നതാണ് ഗായത്രി മന്ത്രോപാസന. ഗായത്രി മന്ത്രം എങ്ങനെ ജപിക്കണമെന്നും അതിൻ്റെ അർത്ഥവും ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ കൈവരിക്കുന്ന ഫലത്തെക്കുറിച്ചും ഗായത്രി മന്ത്രത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും വളരെ ലളിതമായ രീതിയിൽ പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗായത്രി എന്നാൽ ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗായന്തം എന്നാൽ ഗാനം ചെയ്യുന്നവനെ, ത്രായതേ രക്ഷിക്കുന്നു എന്നതിനാൽ അത് ഗായത്രി. ഓരോ ദേവതകൾക്കുമായിട്ട് 100-ൽ പരം ഗായത്രികളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായതും ശ്രേഷ്ഠമായതുമാണ് സൂര്യഗായത്രി. ഇന്ന് ഈ വീഡിയോയിലൂടെ സൂര്യഗായത്രിയെക്കുറിച്ചറിയാം. ആദ്യം നമുക്ക് മന്ത്രത്തെ കാണാം. ഓം ഭൂർഭുവഃ സ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ മന്ത്രം നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കാം. ഇനി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വളരെ ലളിതമായ രീതിയിൽ പറയാം. ആദ്യം ഓരോ വാക്കിൻ്റെയും പദാനുപദ അർത്ഥം അറിയാം. ഓം എന്നത് പ്രണവമന്ത്രത്തെ സൂചിപ്പിക്കുന്നു. ഭൂർഭുവഃ സ്വഃ അതായത് ഭൂഹു എന്നാൽ ഭൂർലോകം, ഭുവ ഭുവർലോകം, സ്വഃ സ്വർഗലോകം, തത് അത് എന്നാൽ ആ പരബ്രഹ്മം, സവിതുഹു സവിതാവിൻ്റെ, സൂര്യൻ്റെ, വരേണ്യം വളരെ ശ്രേഷ്ഠമായ, ഭർഗഃ തേജസ്, ദേവസ്യ ദേവൻ്റെ, ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു, ധിയ ധി എന്നാൽ ബുദ്ധി, ധിയ എന്നാൽ ബുദ്ധികളെ, യ യാതൊരു, ന നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ, പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ. ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തിൻ്റെ എല്ലാവർക്കും മനസ്സിലാവുന്ന സാമാന്യമായ അർത്ഥം പറയാം. പ്രണവമന്ത്രമായ ഓംകാരത്തിലൂടെ തുടങ്ങി ഈ പ്രപഞ്ചം മുഴുവൻ, അതായത് ഇവിടെ പറയുന്നത് ഭൂർലോകം, ഭുവർലോകം, സ്വർഗലോകം ഇവയെ ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ഏതൊരു പരമാത്മാവിൻ്റെ ചൈതന്യമാണോ, ഏതൊരു ചൈതന്യമാണോ സൂര്യൻ്റെ രൂപത്തിൽ ഈ ലോകങ്ങളിലൊക്കെ തന്നെ പ്രകാശം ചൊരിയുന്നത്, ആ ശ്രേഷ്ഠമായ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അല്ലയോ സവിതാവേ, അതേ പ്രകാശത്തെ കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെയും പ്രചോദിപ്പിക്കൂ, പ്രകാശം നൽകൂ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമ്മുടെ ജീവിതത്തെ ഗായത്രി മന്ത്രം എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണ്? ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബുദ്ധിമുട്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ബുദ്ധിക്ക് മുട്ടുണ്ടെന്ന്, ഒരു തടസ്സമുണ്ടെന്ന്. അങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നാൽ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ അല്ലേ? എല്ലാ കാര്യങ്ങളും ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, കൊണ്ടുപോകുമെന്ന് അറിയാത്തൊരവസ്ഥ. അപ്പോൾ ബുദ്ധി പ്രയോജിതമാവുകയെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനും പറയേണ്ടത് യഥാസമയത്ത് പറയാനും സാധിച്ചാൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കാനുമുള്ള ബോധവും നമുക്ക് വേണം. അതിനും ഈ ബുദ്ധി തെളിയണം. ഈ പ്രകാശം പ്രപഞ്ചത്തെ തന്നെ പ്രകാശമാനമാക്കുന്ന
ആ പരമാത്മാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ സവിതാവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ആ പ്രകാശം ഞങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. ബുദ്ധി പ്രകാശിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ തോന്നും. അതിനുള്ള ധൈര്യം വരും. ആ ധൈര്യം വരാൻ, അത് വരുത്താനാണ് ഈ മന്ത്രോപാസന. ലൗകികമായ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. അതുതന്നെയാണ് ഈ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രാധാന്യവും. ഈ മന്ത്രം ആർക്കും ജപിക്കാവുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചില കാര്യങ്ങൾ എന്തെന്നാൽ, ഗായത്രി മന്ത്രം ഏതു സമയത്തും ജപിക്കാവുന്ന മന്ത്രമാണെങ്കിൽ പോലും സൂര്യോദയത്തിന് മുൻപ്, അതായത് പ്രാതസന്ധ്യയിൽ, രാത്രിയും പകലും സന്ധിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ. അതുപോലെ നട്ടുച്ച സമയം, സൂര്യൻ അതീവ ശക്തിയോടെ പ്രകാശിക്കുന്ന സമയം. പിന്നെ സായം സന്ധ്യയിൽ, അതായത് സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പ് സന്ധ്യാദീപം തെളിയിക്കുന്ന സമയം. ഈ സമയങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും ഈ മന്ത്രം ഉരുവിടണം എന്നാണ് പറയുന്നത്. 108 തവണ ഉരുവിടുന്നതാണ് ഏറ്റവും ഉത്തമം. മറ്റു കാരണങ്ങൾ കൊണ്ട് 108 തവണ ചൊല്ലാൻ കഴിയാത്തവർ മാത്രം 3 തവണ ഉരുവിടുക. മറ്റു കാരണങ്ങൾ കൊണ്ട് 108 തവണ ചൊല്ലാൻ കഴിയാത്തവർ മാത്രം 3 തവണ ഉരുവിടുക. അല്ലാത്തവർ തീർച്ചയായും 108 തവണ ഈ മന്ത്രം ജപിക്കുക. മറ്റൊരു കാര്യം എന്തെന്നാൽ, തീർത്ഥസ്ഥലങ്ങളിലാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതെങ്കിൽ അതിൻ്റെ മഹത്വം വളരെ വലുതാണ്. ഇനി വീടുകളിൽ നിന്നാണ് ജപിക്കുന്നതെങ്കിൽ സാമാന്യമായ പ്രയോജനം തീർച്ചയാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നാം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അനന്തമായ പ്രയോജനമുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തെന്നാൽ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ഗായത്രി അധിവസിക്കുന്നു എന്നാണ് സങ്കല്പം. ഇനി ഏതു ക്ഷേത്രത്തിൽ പോയാലും ക്ഷേത്രാങ്കണത്തിൽ എവിടെയിരുന്നും 3 തവണയെങ്കിലും ഈ ഗായത്രി മന്ത്രം ഉരുവിടാൻ സാധിച്ചാൽ വളരെ വളരെ ഉത്തമമാണ്. ഇനി ഈ മന്ത്രം ചൊല്ലേണ്ടുന്ന രീതി, അതായത് ഉറക്കെ ചൊല്ലേണ്ടവർക്ക് ഉറക്കെ ചൊല്ലാം. ഇനി അതിന് മടിയുള്ളവരാണെങ്കിൽ പതുക്കെ ചൊല്ലാം. ഉറക്കെ ചൊല്ലുന്നതിൻ്റെ 10 മടങ്ങ് ഫലമാണ് ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ. ഇനി ഒട്ടും ശബ്ദമില്ലാതെ മനസ്സിൽ ജപിച്ചാൽ മറ്റു 2 രീതിയിൽ ജപിക്കുന്നതിനേക്കാളും 10 മടങ്ങ് ഫലമാണ്. ഇനി ഓരോ സമയത്ത് ജപിക്കുമ്പോഴുള്ള ഫലം എന്താണെന്ന് മനസ്സിലാക്കാം. പുലർക്കാലെ ഗായത്രി സരസ്വതിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ജപിക്കുന്നവർക്ക് ജ്ഞാനമാണ് ഫലമായി ലഭിക്കുന്നത്. മധ്യാഹ്ന സമയത്ത് ദുർഗയാണ്. ഈ സമയത്ത് ജപിക്കുമ്പോൾ ദുരിതങ്ങൾ അകലുന്നു. സായം സന്ധ്യയിൽ ലക്ഷ്മി ദേവിയാണ് ഗായത്രി. അവിടെ ഐശ്വര്യമാണ് ഫലം. ഈ മന്ത്രം ഒരിക്കലും മുടങ്ങാതെ ചൊല്ലുന്നതും കേൾക്കുന്നതും അതീവ ശ്രേഷ്ഠമാണ്. ആയതിനാൽ തന്നെ സാധാരണയായി ക്ഷേത്ര ദർശനങ്ങൾക്കു പോലും അശുദ്ധി കൽപ്പിക്കുന്ന പുല, വാലായ്മ, ആർത്തവം തുടങ്ങിയ ദിവസത്തിൽ പോലും ഗായത്രി മന്ത്രം നമുക്ക് ഉരുവിടാവുന്നതാണ്. ഉറക്കെ ചൊല്ലണമെന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയായാലും, നമുക്ക് പറ്റുമെങ്കിൽ ജോലിസ്ഥലത്തായാലും യാത്രയിലായാലും ഇത് ജപിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു പ്രത്യേക ഊർജം ലഭിക്കുന്നതായി അനുഭവിക്കാനാകും. നമ്മൾ എപ്പോഴും എന്നും ചൊല്ലുന്ന ഏതു നാമജപത്തിനും മുമ്പായി ഒരു 3 തവണ ഗായത്രി മന്ത്രം ജപിച്ചിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ഫലം ഇരട്ടിയാണെന്നാണ് പറയുന്നത്. ഗായത്രി മന്ത്രം ചൊല്ലുന്നതിലൂടെ ഏറ്റവും ഫലം കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്കാണ്. ബുദ്ധിക്ക് ഉണർവുണ്ടാകുന്നതിലൂടെ പഠിച്ചതെല്ലാം പെട്ടെന്ന് ഓർക്കാനും പഠനത്തിൽ വളരെ മുൻപന്തിയിലെത്താനും ഉള്ള ഏറ്റവും മഹത്തായ വഴിയാണ് ഗായത്രി മന്ത്രജപം. ഗായത്രി മന്ത്രം ഉപാസിക്കുന്നതിലൂടെ ഒരു സാധകന് ആധ്യാത്മികമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ലൗകികമായ പല ലാഭങ്ങളും ഉണ്ടാകുന്നു.
കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള തടസ്സങ്ങൾ മാറാനും കുടുംബത്തിലെ പല പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറാനും കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യം നിറയുന്നതിനും നിത്യവും ശ്രദ്ധാപൂർവം ഗായത്രി മന്ത്രം ജപിച്ചാൽ മതിയെന്നു പറയുന്നു. അതുപോലെ ഏതൊരു മന്ത്രത്തിനും ദേവതാ സങ്കല്പമുണ്ട്. അങ്ങനെ ഗായത്രിക്ക് സങ്കല്പിക്കുന്ന ദേവത 5 മുഖമുള്ള ദേവതയാണ്. 5 മുഖം എന്നാൽ ഈ മന്ത്രത്തിലെ ഓരോ വാക്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ മുഖം ഓംകാരമാണ്. രണ്ടാമത്തേത് ഭൂഹു ഭുവ സ്വഹ. മൂന്നാമത്തേത് തത് സവിതുർവരേണ്യം. നാലാമത്തേത് ഭർഗോ ദേവസ്യ ധീമഹി. അഞ്ചാമത്തേത് ധിയോ യോ ന പ്രചോദയാത്. ഇങ്ങനെ 5 മുഖമുള്ള ദേവതയായാണ് ഗായത്രിയെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് ജപിക്കുന്ന സമയത്ത് ഗായത്രി മാതാവിനെ മനസ്സിൽ ജപിക്കാം, അല്ലെങ്കിൽ ആ പ്രകാശത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കാം. അന്നപൂർണേശ്വരിയായ ഗായത്രി മാതാവിനെ സ്മരിച്ചുകൊണ്ട് ജപിക്കുന്ന ഒരു വീട്ടിലും ഒരിക്കലും ആഹാരത്തിന് ഒരു മുട്ടും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. സന്താനഭാഗ്യവും ശാന്തിയും സമാധാനവും ആരോഗ്യവും കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ നമുക്കുള്ളിലെ നെഗറ്റീവായുള്ള എല്ലാ ചിന്തകളും ഇല്ലാതാകുന്നു. വീട്ടിലെ മനസ്സുകൾ തമ്മിലുള്ള കലഹങ്ങൾക്കെല്ലാം കാരണമാകുന്നത് ഒരു വ്യക്തിയുടെ ബുദ്ധി തെളിയാതിരിക്കുന്നത് കൊണ്ടാണ്. ഇത് ചൊല്ലുന്നതിലൂടെ ആ ബുദ്ധി തെളിയുമ്പോൾ അത്തരം നെഗറ്റീവായ ചിന്തകളെല്ലാം ഇല്ലാതാകുന്നു. ഗായത്രി മന്ത്രോപാസകരിൽ അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ആ വിവേകം നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. ഏത് ആപത്ഘട്ടങ്ങളിലും ഗായത്രി മന്ത്രം തുണയേകുന്നു. ഗായത്രി ആഹാരത്തെ ശുദ്ധമാക്കുന്നു എന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ ഉദരസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആശ്വാസമുണ്ടാകുന്നു. ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും നീചകർമ്മം, അതായത് മന്ത്രവാദമോ ആഭിചാരമോ ചെയ്താൽ തന്നെ അതൊന്നും അവരെ ബാധിക്കുകയില്ല. ഓരോ ദിവസവും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കർമ്മദോഷങ്ങൾക്ക് ഗായത്രി മന്ത്രം ചൊല്ലുന്നതിലൂടെ പ്രായശ്ചിത്തമാണ്. ഏതൊരു കർമ്മത്തിനും ഒരു പ്രായശ്ചിത്തം ചെയ്തതിന് തുല്യമാണ് ഗായത്രി മന്ത്രോപാസന. ശാരീരികവും മാനസികവും വൈകാരികവുമായ ആധ്യാത്മികവുമായ ഏതു രീതിയിൽ നോക്കിയാലും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമാണ് ഗായത്രി മന്ത്രോപാസന. നിങ്ങൾ ഇതുവരെ ഗായത്രി മന്ത്രം ജപിച്ചിട്ടില്ല എങ്കിൽ ഇത് കേട്ടതിനു ശേഷം ഉറപ്പായും ജപിക്കാൻ തുടങ്ങുക. ഇന്നു തന്നെ പറ്റുമെങ്കിൽ ഇന്നു തന്നെ തുടങ്ങുക. അത്രയ്ക്കും ശ്രേഷ്ഠമായതൊന്നും തുടങ്ങാൻ വൈകിക്കരുത്. ഗായത്രി മന്ത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചുവെന്നു കരുതുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗായത്രി മന്ത്രം 108 തവണ ചൊല്ലുന്നതായുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ചേർക്കാൻ ശ്രമിക്കുന്നതാണ്. 108 തവണ ചൊല്ലാൻ സമയമില്ലാത്തവർക്ക് വീട്ടിലെ ജോലികൾക്കിടയിലോ അല്ലാതെയോ 108 തവണ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് കേൾക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ മനസ്സിലുരുവിടുക. നിത്യവും രാവിലെ ഇതൊരു ശീലമാക്കുക. വരും ദിവസത്തിൽ തന്നെ 108 തവണ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിൻ്റെ വീഡിയോ ഇടുന്നതാണ്.